ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും SCRT സീരീസിലേക്ക് സ്വാഗതം. വിൻസ്പയർ ഇതിനകം തന്നെ ചരിത്രം, ഭൂമിശാസ്ത്രം, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങളിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ SCRT സീരീസിൽ കെമിസ്ട്രി എന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ജീവജലം എന്ന പാഠം. സോ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ജീവജലം, ഇവിടെ കുറേ പത്രകട്ടിങ്ങൾ കൊടുത്തിട്ടുണ്ട്. തടയണ നാടിന് സമർപ്പിച്ചു, ജനങ്ങൾ ആഹ്ലാദത്തിൽ. പിന്നെ മലിനീകരണം, വെള്ളപ്പൊക്കം, ചന്ദ്രനിൽ ജലസാന്നിധ്യം, കുടിവെള്ളം, പുഴകളിലെ മണൽ വാരൽ, വരൾച്ച, കുടിവെള്ളത്തിന് അമിത വില, ഇങ്ങനെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പത്രവാർത്തകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ പത്രത്തിൽ കണ്ട ഏതാനും വാർത്തകളുടെ തലക്കെട്ടുകളാണ് ഇവിടെ ഇവ. ജലത്തിന് നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങളിൽ എന്നും നിറയുന്നത്. അപ്പം വെള്ളം നാം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കുടിക്കാൻ, ആഹാരം പാകം ചെയ്യാൻ, കൃഷി ചെയ്യാൻ, വസ്ത്രങ്ങൾ കഴുകാൻ, പാത്രങ്ങൾ കഴുകാൻ ഒക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഈ ആവശ്യങ്ങൾക്ക് ജലത്തിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല. ജലത്തിന് പകരം റീപ്ലേസ് ചെയ്യാൻ മറ്റൊന്നുമില്ല. ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല അല്ലേ? അപ്പോൾ ശുദ്ധജലത്തിൻ്റെ പ്രത്യേകതയാണ് നിറവും ഇല്ല, മണവും ഇല്ല, രുചിയില്ല. അപ്പോൾ ജലത്തിന് എന്തെല്ലാം സവിശേഷതകളുണ്ട് എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ താഴെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജലത്തിൻ്റെ ചില പ്രത്യേകതകൾ നോക്കാം. ആഹാരം പാചകം ചെയ്യാൻ, അതായത് ഉപ്പ് കലർത്തുക, വൃത്തിയാക്കുക, വെള്ളം കുടിക്കുക, ആഹാരം പാചകം ചെയ്യൽ, തുണി വൃത്തിയാക്കൽ, കുളിക്കൽ, ഇങ്ങനെ പല സാഹചര്യങ്ങളിലും നമുക്ക് ജലത്തെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ജലത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. വസ്തുക്കളെ ലയിപ്പിക്കുന്നു. വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ കഴിയുന്നത്, വസ്ത്രങ്ങൾ അലക്കാൻ കഴിയുന്നത്, കുളിക്കാൻ കഴിയുന്നത്. ഇതെല്ലാം ജലത്തിൻ്റെ വസ്തുക്കളെ ലയിപ്പിക്കുക എന്നുള്ള സവിശേഷതയാണ്. ഓർത്ത് വെക്കുക, ജലത്തിൻ്റെ ഏത് സവിശേഷതയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് പഠിച്ചു വെക്കുക. ഇനി ജലം എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു. ജലം ഒഴുകുന്നു എന്നുള്ള കഴിവുള്ളത് കൊണ്ടാണ് പൈപ്പിലൂടെ നമുക്ക് വെള്ളം കൊണ്ടുവരാൻ കഴിയുന്നത് അല്ലേ? ജലം ഒഴുകുന്നില്ല എങ്കിൽ പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവരിക എന്നുള്ളത് കഴിയില്ല. അതേപോലെ ജലസേചനം എന്നുള്ളതും അതുകൊണ്ടാണ് നടക്കുന്നത്. ജലസേചനം, ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളത് എളുപ്പത്തിൽ നടക്കുന്നത് ജലസേചനം എന്ന കാര്യത്തെ സഹായിക്കുന്നത് വെള്ളത്തിൻ്റെ ഒഴുകുക എന്നുള്ള പ്രത്യേകതയാണ്. വെള്ളത്തിന് താപം വഹിക്കാൻ, ചൂടിനെ വഹിക്കാനുള്ള കഴിവുണ്ട്. പാചകം നടക്കുന്നത് അതുകൊണ്ടാണ്. വ്യാവസായിക ആവശ്യങ്ങളിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ചൂടാക്കിയാണ് പല കാര്യങ്ങളും നമ്മൾ നിർമ്മിക്കുന്നത് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള. നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. വെള്ളത്തിന് നിശ്ചിത ആകൃതിയില്ല, നമ്മൾ എവിടെയാണോ ഒഴിക്കുന്നത് ആ ഒരു ഷേപ്പിലേക്കായി മാറുകയാണ് ചെയ്യുക അല്ലേ? സോ വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിൽ നമുക്ക് വെള്ളത്തെ ശേഖരിക്കാൻ കഴിയുന്നു. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെള്ളം ഒഴിച്ചു വെക്കാൻ കഴിയുന്നത് വെള്ളത്തിന് നിശ്ചിത ആകൃതി ഇല്ലാത്തത് കൊണ്ടാണ്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ വെള്ളം സ്ഥിതി ചെയ്യുന്നു. വെള്ളത്തിന് 3 അവസ്ഥകളുണ്ടല്ലേ? ഖരം, ഐസാവുമ്പോൾ ഖരാവസ്ഥ, ദ്രാവകമാകുമ്പോൾ വെള്ളത്തിൻ്റെ സാധാ അവസ്ഥ, വാതകം, നീരാവി. അപ്പോൾ ഈ 3 അവസ്ഥകളും വെള്ളത്തിനുണ്ട്. അതുകൊണ്ട് നമുക്ക് പുട്ട് ആവി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്നു. പിന്നെ ഐസ് നിർമ്മാണം കഴിയുന്നു. വെള്ളത്തിലേക്ക് മറ്റ് പദാർത്ഥങ്ങളെ ലയിപ്പിക്കാൻ കഴിയുന്നു. ഇതൊക്കെ വെള്ളം ദ്രാവകമായതുകൊണ്ടാണ്. വാതകമായതുകൊണ്ടാണ് ആവി ഉപയോഗിച്ച് നമുക്ക് ആഹാരം പാചകം ചെയ്യാൻ കഴിയുന്നത്. ഖരാവസ്ഥയിൽ ആകുമ്പോഴാണ് നമുക്ക് ഐസ് പോലുള്ള കാര്യങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നത്. അപ്പോൾ വെള്ളം എല്ലാത്തിലും അലിഞ്ഞു ചേരുമോ? വെള്ളം അലിയുന്നതും അലിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ നമുക്കതിലേക്ക് വരാം. പഞ്ചസാരയും മണലും ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് ഇളക്കിയ ശേഷം ഹസീബും ആനന്ദും തമ്മിൽ നടത്തിയ സംഭാഷണമാണ്. ഞാൻ ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പഞ്ചസാര കാണുന്നില്ലല്ലോ. പക്ഷെ ആനന്ദ് പറയാണ്, ഞാൻ ഗ്ലാസ്സിലിട്ട മണൽ അതുപോലെ കിടക്കുന്നു. അപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു, അതുകൊണ്ടാണ് പഞ്ചസാര കാണാത്തത്. എന്നാൽ മണൽ എന്ത് ചെയ്യുന്നില്ല? ലയിക്കുന്നില്ല. അപ്പോൾ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കില്ല. ഉപ്പ്, മണൽ, പഞ്ചസാര, മണ്ണെണ്ണ, മല്ലിപ്പൊടി, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, കൽക്കണ്ടം, മുളകുപൊടി, വെളിച്ചെണ്ണ, തുരിശ് അഥവാ ജലീയ കോപ്പർ സൾഫേറ്റ്. തുരിശിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക.
ജലീയ കോപ്പർ സൾഫേറ്റ്. കല്ല്, ഗ്ലിസറിൻ എന്നിവ വെവ്വേറെ ഗ്ലാസ്സുകളിലെ വെള്ളത്തിൽ ചേർത്ത് ഇളക്കി നോക്കൂ. എന്നിട്ട് ജലത്തിൽ ലയിക്കുന്നത് ഏത്, ലയിക്കാത്തത് ഏതെന്ന് പട്ടികപ്പെടുത്താനാണ്. അപ്പോൾ ഇവിടെ ജലത്തിൽ ലയിക്കുന്നതുമുണ്ട്, ലയിക്കാത്തതുമുണ്ട്. അത് ഈ ഒരു പരീക്ഷണം നടത്തിയതിന് ശേഷം കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയാണ് തന്നിട്ടുള്ളത്. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. നമുക്ക് ഗസ് ചെയ്താൽ അത് കിട്ടുന്നതാണ്. അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഇപ്പം ലീനം, ലായകം, ലായനി ഈ 3 ടേമുകൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മളെ എക്സാമിന് കുഴപ്പിക്കാൻ പോകുന്നൊരു സംഗതിയാണ് ലീനം, ലായകം, ലായനി. ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നത് ലായനി എന്നും പറയാം. അപ്പോൾ ലീനം, ലായകം, ലായനി. നമുക്ക് ഉദാഹരണം എടുക്കാം. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. അപ്പോൾ നമ്മളൊരു പാത്രം എടുക്കുന്നു. ഈ പാത്രത്തിൽ വെള്ളത്തിലേക്കാണ് നമുക്ക് പഞ്ചസാര ഇടാനുള്ളത്. അപ്പോൾ ഈ വെള്ളമാണ് ഇവിടുത്തെ ലായകം. വെള്ളം ലായകമാണ്, കാരണം വെള്ളത്തിലാണ് നമ്മൾ പഞ്ചസാര ഇടാൻ പോകുന്നത്. അപ്പോൾ ഏതൊന്നിലേക്കാണോ നമ്മൾ ഒരു വസ്തുവിനെ ഇട്ട് ലയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ലായകമാണ്. നമ്മൾ ഇടുന്ന ഈ ചെറിയ വസ്തു ഉണ്ടല്ലോ, ഇതിനെ പറയുന്ന പേര് ലീനമാണ്. ലായകത്തിലേക്ക് നമ്മൾ ഇടുന്നത് ലീനത്തെയാണ്. ഇനി ലീനവും ലായകവും തമ്മിൽ ലയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ പ്രോഡക്റ്റ് ലായനിയാണ്. അപ്പം ലീനം, ലായകം, ലായനി. അപ്പം ലീനമായിരിക്കും ചെറിയ കണ്ടന്റ് ഉള്ളത് അല്ലേ, പഞ്ചസാര. ലായകം ആ ഒരു മിക്കവാറും ദ്രാവകമായിരിക്കും. ദ്രാവകം അല്ലാത്തതും ലയിക്കും, മിക്കവാറും ദ്രാവകമായിരിക്കും അല്ലേ. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റാണ് ലായനി. ലീനം, ലായകം, ലായനി. ഓർക്കുക, ലയിക്കുന്ന വസ്തുവിനെ ലീനം, അപ്പം അതിലേക്ക് ഇട്ട് നമ്മൾ ലയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത്, ഏതിലേക്കാണോ നമ്മൾ ഇടാൻ പോകുന്നത് അതിനെ ലായകമെന്നും ഇത് രണ്ടും കൂടി ലീനം, ലായകത്തിൽ ലയിച്ചുണ്ടായാൽ കിട്ടുന്ന വസ്തുവിനെ ലായനി എന്നും പറയും. അപ്പോൾ പഞ്ചസാര ലായനിയിൽ പഞ്ചസാരയാണ് നമ്മൾ ഇടുന്നത്. സോ അത് ലീനവും വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടുന്നത്, അതുകൊണ്ട് വെള്ളം ലായകവും. അത് ലയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലായനിയും, പഞ്ചസാര ലായനി. മനസ്സിലായില്ല? ഈ 3 ടേമും കൃത്യമായിട്ട് പഠിക്കാം. ചില കരവസ്തുക്കളും ദ്രാവകങ്ങളും ജലത്തിൽ ലയിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. വാതകങ്ങളും ജലത്തിൽ ലയിച്ചു ചേർന്ന് ലായനികൾ ഉണ്ടാക്കാറുണ്ട്. കരവസ്തുക്കളും ദ്രാവകങ്ങളും മാത്രമല്ല, വാതകങ്ങളും വെള്ളത്തിൽ ലയിക്കാറുണ്ട്. നമുക്കൊരു സോഡാ കുപ്പി തുറന്നു നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റും. സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു അല്ലേ, പത പോലെ ഇങ്ങനെ ഉയർന്നു വരികയാണല്ലോ. അപ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് കുമിളകളായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ സോഡാ കുപ്പിയിൽ നിന്നും കുമിളകളായിട്ട് പുറത്തു വരുന്നത് ജലത്തിൽ ലയിച്ചിരുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. മത്സ്യങ്ങളും മറ്റു പല ജലജീവികളും വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത്. അപ്പോൾ മത്സ്യങ്ങൾ, ജലത്തിൽ ജീവിക്കുന്ന ജലജീവികളൊക്കെ ഓക്സിജൻ കൊണ്ടാണ് ജീവൻ നിലനിർത്തുന്നത്. അവർക്ക് ഓക്സിജൻ എങ്ങനെ കിട്ടുന്നു? ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ വാതകമാണല്ലോ, അപ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. സോ ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. പഞ്ചസാര വെള്ളം, ഇതെല്ലാം ലായനിയുടെ പേരുകളാണ്. പഞ്ചസാര വെള്ളം, ഉപ്പ് വെള്ളം, സോഡാ വെള്ളം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ലായനി, തുരിശ് ലായനി. അപ്പോൾ ഇതിൽ ലീനം, ലായകം ഏതെന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളമുണ്ടല്ലേ, വെള്ളം, ലായനി. അപ്പോൾ ഇതെല്ലാം വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത്. സോ ലായകം എല്ലാത്തിലും വെള്ളം തന്നെയാണ്, എല്ലാത്തിലും ലായകം വെള്ളം തന്നെയാണ്. പഞ്ചസാര വെള്ളത്തിൽ നമ്മൾ ഇടുന്നത് പഞ്ചസാര ആയിരിക്കും അല്ലേ, പഞ്ചസാര. ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ഉപ്പിടുന്നു. സോഡാ വെള്ളത്തിൽ നമ്മൾ ഇടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് കേട്ടോ. സോഡാ വെള്ളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുമിളകളായിട്ട് ഉയർന്നു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മളിവിടെ ഇടുന്നത്. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആകുന്ന സമയത്ത് നമ്മൾ ഇടുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് തന്നെയാണ്. ലായകം ജലം തന്നെയാണെന്ന് പറഞ്ഞു. ഇനി തുരിശ് ലായനി ആകുമ്പോൾ കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ. കോപ്പർ സൾഫേറ്റ്. ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം. സാർവിക ലായകം നമുക്കിനി കൂടുതൽ പരീക്ഷണം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ലായകമായിട്ട് വെള്ളം, വെളിച്ചെണ്ണ, മണ്ണെണ്ണ, അവിടെയെല്ലാം നമ്മൾ പഞ്ചസാര, ഉപ്പ്, തുരിശ്, ശർക്കര, കൽക്കണ്ടം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ ഇട്ട് പോകുന്നു. അപ്പോൾ ഇവകളിൽ വെള്ളത്തിൽ ഏകദേശം എല്ലാം ലയിക്കും, മറ്റുള്ളവയിലൊന്നും എല്ലാം ലയിക്കില്ല, ചിലത് മാത്രമാണ് ലയിക്കുന്നത്. അപ്പോൾ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു.
അപ്പോൾ സാർവിക ലായകം ജലമാണ്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നത് ജലമാണ്. അതുകൊണ്ട് വെള്ളത്തെ പറയുന്നത് സാർവിക ലായകം എന്നാണ്. സാർവിക ലായകം. ജലം സാർവിക ലായകമായതുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനമുണ്ട്? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ജലത്തിൻ്റെ ഉപയോഗം അത് സാർവിക ലായകമായതുകൊണ്ടാണ് നമുക്ക് നടക്കുന്നത്, അല്ലേ? ദെൻ ജലമാണ് സാർവിക ലായകം. കാരണം എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്. ഇനി ജലവിധാനം എന്ന ഒരു ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ജലവിധാനം? ചിത്രത്തിൽ 2 പ്ലാസ്റ്റിക് കുപ്പികൾ ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അവയുടെ അടിഭാഗത്ത് ദോരം ഇടുക, ഹോൾ ഇടുക. എന്നിട്ട് ഒരു മേസൺ പൈപ്പ് ദോരത്തിൽ കടത്തിയ ശേഷം ചോർച്ചയില്ലാതെ പശ കൊണ്ട് അടയ്ക്കുക. ഒരു കുപ്പിയിൽ നിറയെ വെള്ളം ഒഴിച്ചു നോക്കൂ. നിങ്ങളുടെ പരീക്ഷണം എന്താണ്? ഒരു കുപ്പിയിൽ നിന്നും അല്പം വെള്ളം നീക്കം ചെയ്യൂ. മറ്റേ കുപ്പിയിലെ ജലനിരപ്പിന് മാറ്റം വരുന്നുണ്ടോ? ഒരു കുപ്പിയിൽ കുറച്ച് മണലിടുമ്പോൾ ജലവിധാനത്തിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. സോ ജലവിധാനം എന്ന് പറഞ്ഞാൽ വ്യാവസായിക ആവശ്യങ്ങൾക്കും വിൽപ്പനയ്ക്കുമായിട്ട് വൻതോതിൽ വെള്ളം ശേഖരിക്കുമ്പോൾ ഭൂഗർഭ ജലവിധാനം താഴുന്നതിനാൽ സമീപത്തെ കിണറുകളിലും ജലവിധാനം കുറയാനിട വരുന്നു. ഇപ്പോൾ ജലവിധാനം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 2 പൈപ്പുകളിൽ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ശേഖരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പിലൂടെ ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഈ ഒരു നിരപ്പ് സെയിം ആകും, അല്ലേ? നമ്മൾ ഏത് പാത്രത്തിൽ നിന്നും ഏത് ബോട്ടിൽ നിന്നും വെള്ളം എടുത്താലും അതനുസരിച്ച് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സന്തുലിതാവസ്ഥ സ്വീകരിച്ചുകൊണ്ട് കുറഞ്ഞതിലേക്ക് എന്ത് ചെയ്യും? കൂടിയ ഭാഗത്തു നിന്ന് വെള്ളം ഒഴുകും. ഏതിലേക്കാണോ വെള്ളം കുറവ് ആ കുറവുള്ളതേക്ക് ഇവിടെ വെള്ളം ഇതിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ വെള്ളമുള്ള പാത്രത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് വെള്ളം പോകും. ഇതിനെയാണ് ജലവിധാനം എന്ന് പറയുന്നത്. വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ജലം പോകുന്നതിനാണ് ജലവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജലവിധാനം കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ് വ്യാവസായിക ആവശ്യങ്ങൾക്കും വിൽപ്പനയ്ക്കുമായിട്ട് വൻതോതിൽ വെള്ളം ശേഖരിക്കുമ്പോൾ ഭൂഗർഭ ജലവിധാനം താഴുന്നു. അപ്പോൾ ഭൂമിയുടെ അടിയിലുള്ള വെള്ളം കുറയുന്നു. അപ്പോൾ ഇവിടെ വെള്ളം കുറയുമ്പോൾ സമീപത്തുള്ള കിണറിൽ നിന്ന് എന്ത് ചെയ്യും? കുറച്ച് വെള്ളം അങ്ങോട്ട് പോകും, അല്ലേ? അത് തമ്മിൽ എന്ത് ചെയ്യണം? ഒന്ന് ഇക്വിലിബ്രിയം വരണ്ടേ, ഒരു സന്തുലിതാവസ്ഥ വരണ്ടേ. സോ അങ്ങനെ വരുമ്പോൾ വെള്ളം എല്ലാ സ്രോതസ്സുകളിലും കുറയുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിനാണ് ജലവിധാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ജലവിധാനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ജലവിധാനം ഉള്ളത് കൊണ്ട് വെള്ളത്തിൻ്റെ കുറവ് പല സ്ഥലങ്ങളിലും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജലത്തിൽ മുങ്ങുന്നതും പൊങ്ങുന്നതും. മരകഷ്ണം വെള്ളത്തിലിട്ട് പരീക്ഷണങ്ങൾ ചെയ്യുകയാണ് മുബശ്ശറ. മരകഷ്ണം പൊങ്ങിക്കിടക്കുന്നത് കണ്ട്, അല്ലേ? വെള്ളത്തിൽ മരകഷ്ണം പൊങ്ങിക്കിടക്കും. ഇനി എല്ലാ വസ്തുക്കളും ജലത്തിൽ പൊങ്ങിക്കിടക്കോ? ഇല്ല. വെള്ളത്തിൻ്റെ ആ ഒരു ഡെൻസിറ്റിയേക്കാൾ കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള വസ്തുക്കൾ വെക്കുന്ന സമയത്താണ് പൊങ്ങിക്കിടക്കുന്നത്, അല്ലാത്തത് താന്നു പോകും, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ചില വസ്തുക്കൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് നമുക്ക് വാഴത്തണ്ടിൽ കിടന്ന് നീന്തൽ പഠിക്കാൻ പറ്റുന്നു. വാഴത്തണ്ട് ജലത്തിൽ താന്നു പോയില്ല, അതുകൊണ്ട് നമുക്ക് അതിൽ നീന്തൽ പഠിക്കാൻ പറ്റുന്നു. ചങ്ങാടത്തിൽ സാധനങ്ങൾ കൊണ്ട് പോകാൻ കഴിയുന്നതൊക്കെ ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ആ ഒരു കഴിവ് ചില വസ്തുക്കൾക്കുള്ളതുകൊണ്ടാണ്. ദെൻ ഇനി വെള്ളത്തെ അളക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ്. റേഷൻ കടയിൽ നിന്ന് നമ്മൾ മണ്ണെണ്ണ വാങ്ങുമ്പോൾ അവർ അളന്നു തരുന്ന പാത്രത്തിൽ ലിറ്ററാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ജലത്തിൻ്റെ യൂണിറ്റ്, ദ്രാവകങ്ങളുടെ യൂണിറ്റ് ലിറ്ററാണ്. ഇനി നമുക്ക് കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ വേണ്ടി വരുന്ന സമയത്ത് മില്ലി ലിറ്ററാണ് യൂസ് ചെയ്യുക. അപ്പോൾ മില്ലി ലിറ്റർ കുറവാണ്. അപ്പോൾ ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ലിറ്ററാണ്. കുറഞ്ഞ അളവാണെങ്കിൽ മില്ലി ലിറ്ററാണ്. ഇനി ഇവിടെ ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് ഒരു ലിറ്റർ പാത്രം നിർമ്മിക്കാനെന്ന് പറയും കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു പെട്ടി ഉണ്ടാക്കണം. കണ്ടില്ലേ? 10 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ആ ഒരു പാത്രം നമുക്കിങ്ങനെ നിർമ്മിക്കാം. ഈ പെട്ടിയുടെ ഉള്ളളവ് എന്ന് പറയുന്നത്
അതിൻ്റെ അകത്തുള്ള അളവ് എന്ന് പറയാം 10 × 10 × 10. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും അല്ലേ, 1000 സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി 1 സെൻറ്റിമീറ്റർ, ഒരു ഘന സെൻറ്റിമീറ്റർ അളവിന് 1 മില്ലി ലിറ്റർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ സെൻറ്റിമീറ്റർ ക്യൂബിനെ 1 മില്ലി ലിറ്റർ എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്, 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ, ഇത് ഇതേപോലെ പഠിച്ചു വയ്ക്കുക. 1000 ഘന സെൻറ്റിമീറ്റർ 1 ലിറ്റർ ആണ്. 1 ഘന സെൻറ്റിമീറ്റർ തന്നെയാണ് 1 മില്ലി ലിറ്റർ. അതുകൊണ്ട് നമുക്ക് 1 മില്ലി ലിറ്റർ 1 ലിറ്റർ ആണെന്ന് പറയാം. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ അല്ലെങ്കിൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം വിവിധ അളവുകളിലും കുപ്പികളിലും പാത്രങ്ങളിലെല്ലാം നാം വിവിധ അളവുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എല്ലാം 1/2 ലിറ്റർ, 1 ലിറ്റർ, 2 ലിറ്റർ, 5 ലിറ്റർ വെള്ളം അളന്നെടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികളോടുള്ള പരീക്ഷണമാണ്. തൽക്കാലം നമ്മൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്കുള്ളത് മാത്രം നമുക്ക് പഠിക്കാം കേട്ടോ. ചില ആക്ടിവിറ്റീസ് കുട്ടികൾ കൊടുക്കുന്നത് നമ്മളും അറിയേണ്ടി വരുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പോകാം. കുട്ടികളോട് ചെയ്ത് പഠിക്കാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ദെൻ ഭൂമി എത്ര ജലസമ്പന്നം. എന്നിട്ടും ഭൂമിയിൽ ഒരുപാട് ജലമുണ്ട്, പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുന്നില്ല അല്ലേ. ഭൂഗോള മാതൃക നോക്കൂ. നീല നിറം ജലാശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നീല നിറം അല്ലേ കൂടുതൽ. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ 2/3 ഭാഗവും ജലഭാഗമാണ്. അപ്പോൾ 2/3 ഭാഗവും ജലഭാഗമാണ്. അതായത് കരയുടെ 2 ഇരട്ടിയാണ് ജലം. കരയുടെ 2 ഇരട്ടി ജലമാണ് അല്ലേ. ഇപ്പോൾ 3 ഭാഗമായിട്ട് എടുക്കുമ്പോൾ അതിൽ 1 ഭാഗം കരയും ബാക്കി 2 ഭാഗം കടലുമാണ്. അപ്പോൾ ശുദ്ധജലം എന്ന് പറയുന്നത് ഇതിൽ 3.5% ഉള്ളൂ. അതാണ് വെള്ളം കൂടുതലുണ്ട് എങ്കിലും നമുക്ക് കുടിക്കാൻ പറ്റുന്നത് 3.5 ആണ്. ബാക്കി 96.5 സമുദ്രജലമാണ്. ഈ കണക്ക് പഠിക്കാം. ഭൂമിയിൽ ശുദ്ധജലത്തിൻ്റെ അളവ് 3.5% മാത്രമാണ്. 3.5% മാത്രമാണ്. സമുദ്രജലം 96.5%. ശുദ്ധജലം 3.5, സമുദ്രജലം 96.5 ആണ്. സമുദ്രജലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. കിണർ, കുളം, തടാകം, പുഴ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളിലെ ജലമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ സമുദ്രത്തിലെ വെള്ളം നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം അതിൽ ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ. ദെൻ ജല മലിനീകരണം. നമുക്ക് പരിമിതമായിട്ടുള്ള ശുദ്ധജല സ്രോതസ്സുകളാണ് ഉള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലും മലിനമായിട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലേ. വേസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലും മലിനമാണ്. ഇവിടെ കണ്ടില്ലേ, മലിനമാകുന്ന പല രീതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മത്സ്യങ്ങളെല്ലാം ചത്ത് പൊങ്ങാണ്. ജലം മലിനമായത് കാരണം മത്സ്യങ്ങൾ പോലും ചത്ത് പൊങ്ങാണ് ഉണ്ടാവുക. അപ്പോൾ ജലം മലിനമാക്കപ്പെടുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. പുഴകളിൽ വാഹനം കഴുകുന്നതും കന്നുകാലികളെ കഴുകുന്നതും ജലം മലിനമാക്കുന്നതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ ജലം മലിനമാകുന്നു. മാംസ മാർക്കറ്റുകളിൽ നിന്നും മാലിന്യങ്ങൾ പുറന്തള്ളി ജലം മലിനമാകുന്നു. വ്യവസായശാലകളിൽ നിന്നും മാലിന്യങ്ങൾ കലർന്ന് ജലം മലിനമാകുന്നു. കൃഷിയിടങ്ങളിൽ കീടനാശിനി തള്ളുന്നതും അത് ഒരുപക്ഷെ എന്താവില്ല, നേരിട്ട് ജലം മലിനമാക്കില്ല എങ്കിലും ഇതും ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നതും ജലം മലിനമാക്കുന്ന കാര്യം തന്നെയാണ്. ഈ അവസാനത്തെ പോയിന്റ് ഓർത്ത് വയ്ക്കുക. കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നതും ജലമലിനീകരണത്തിന് കാരണം തന്നെയാണ്. ജലമലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അതിന് വിവിധ രീതികൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ നിത്യജീവിതത്തിൽ. അപ്പോൾ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ ജലത്തിൽ എന്ത് ചെയ്യുക, നിക്ഷേപിക്കാതെ ശ്രദ്ധിക്കുക. വേസ്റ്റുകൾ തള്ളുന്നതിൽ നിന്ന് സംരക്ഷിക്കുക. ബോധവൽക്കരണം നടത്തുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനി നമുക്ക് മഴയുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ ജലാശയങ്ങളിലെ വെള്ളത്തിന് എന്ത് സംഭവിക്കുന്നു? അത് നമുക്ക് ഒരു പരീക്ഷണത്തിൽ നോക്കാമെന്ന് പറയും കുട്ടികളോട് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കുക. പ്ലേറ്റ് കൊണ്ട് പാത്രം അടച്ചു വയ്ക്കുക. അല്പസമയത്തിന് ശേഷം പ്ലേറ്റിൻ്റെ അടിവശം പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെയെല്ലാം വെള്ളം നീരാവിയായിട്ട് വന്ന് നിൽക്കുന്ന കാണാൻ കഴിയും. ഇതൊക്കെ തന്നെയാണ് മഴ ഉണ്ടാകുന്നതിൻ്റെ ഒരു രൂപം. ജലപരിവൃത്തി എന്ന് പറയും. ജലപരിവൃത്തി ഇവിടെ കണ്ടില്ലേ, കടലിൽ നിന്നും ജലസ്രോതസ്സുകളിൽ നിന്നും ചൂട് കാരണം വെള്ളം നീരാവിയായിട്ട് ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുന്നു. ഇത് മേഘങ്ങളിൽ
കളക്ട് ചെയ്യുന്നു, പിന്നീട് അത് ജലമായിട്ട് തിരിച്ചു വരുന്നു. ഇതാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. ഇതാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ജലാശയങ്ങളിലെ വെള്ളം, ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും വെള്ളം കേട്ടോ, സസ്യങ്ങളിലെയും വെള്ളം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ പോകുന്നു. പിന്നീട് ഇത് തണുത്ത് മേഘമായിട്ട് മാറുന്നു, മേഘം തണുത്ത് മഴ പെയ്യുന്നു. ഇതാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രസകരമായിട്ടൊരു ചിത്രം കൊടുത്തിട്ട് പറയുന്നുണ്ട്, മുമ്പെന്നോ നീ കുടിച്ച വെള്ളമാണ് ഇന്ന് നീ കുടിക്കുന്നത്. മുമ്പെന്നോ നീ കുടിച്ച വെള്ളമാണ്, നാം കുടിച്ച വെള്ളം പിന്നീട് നമ്മുടെ ബോഡി വേസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ നീരാവിയൊക്കെ ആയിട്ട് പോകുന്നു അല്ലേ. അത് വീണ്ടും മേഘമായിട്ട് മാറുന്നു, തിരിച്ച് മഴയായിട്ട് വീണ്ടും നമുക്ക് ലഭിക്കുന്നു. ഇത് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഫാക്റ്റുകൾ ചിലപ്പോൾ ഒരുപക്ഷെ കുറവായിരിക്കും. ഇവിടെ നമ്മൾ ബേസ് പഠിച്ചു പോകും കേട്ടോ. നമ്മൾ അധികം വൈകാതെ തന്നെ ഹയർ ലെവലിലേക്ക് കയറും. ആ സമയത്ത് ഈ ഒരു ടേംസും കാര്യങ്ങളും നമുക്ക് ഓർമ്മയിലുണ്ടാവും. ദെൻ ബാഷ്പീകരണവും സാന്ദ്രീകരണവും എന്താണെന്ന് നോക്കാം. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അല്ലെ. ചൂടേക്കുമ്പോൾ ദ്രാവകങ്ങൾ എന്ത് ചെയ്യുന്നു? ബാഷ്പമായിട്ട് മാറും, ചെറിയ കണികകളായിട്ട് മാറുന്നു. ഇതാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഇനി വാതകങ്ങൾ തണുക്കുമ്പോൾ തിരിച്ച് ദ്രാവകമായിട്ട് മാറുന്നതിന് സാന്ദ്രീകരണം. അപ്പോൾ ചൂടേറ്റ് ബാഷ്പമായിട്ട് മാറുക, നീരാവിയൊക്കെ ആയിട്ട് മാറുന്നത് ബാഷ്പീകരണം. പിന്നീട് തണുക്കുമ്പോൾ പഴയ രീതിയിലേക്ക് മാറുന്നത് സാന്ദ്രീകരണം. വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണവും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണവുമാണ്. ഈ ഉദാഹരണം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തിരിയില്ല. ഇനി ജലത്തെ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. മഴക്കുഴി ഉണ്ടാക്കാം, കയ്യാല ഉണ്ടാക്കാം, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി. അപ്പോൾ വെള്ളമൊക്കെ കൃത്യമായിട്ട് ഒഴുകി എല്ലാ സ്ഥലത്തും വെള്ളം കെട്ടി ഇങ്ങനെ വരും അല്ലേ. തടമെടുക്കൽ, നമ്മൾ തെങ്ങിനൊക്കെ തടമെടുക്കുന്നതൊക്കെ ജലസംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ജലസംരക്ഷണത്തിൻ്റെ ഭാഗമാണ് മഴക്കുഴി, കയ്യാല, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി, തടമെടുക്കൽ. ദെൻ മഴവെള്ളം സംഭരിക്കാം. പിന്നെ മഴവെള്ളം കിണറ്റിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാക്കണ്ട. മഴവെള്ളം സംഭരിച്ചു, അത് ടാങ്കിലേക്ക് കൊണ്ടുപോകുന്നു, അത് കിണറ്റിലേക്ക് മാറ്റുന്നു. ദെൻ സിൽപോളിൻ ഉപയോഗിച്ച് ജലസംഭരണി ആക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ജലം ശേഖരിച്ച് വെക്കാൻ, സംരക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞത്. മഴവെള്ള സംഭരണി, സിൽപോളിൻ ജലസംഭരണികൾ, കിണർ റീചാർജിങ് തുടങ്ങിയ പുതിയ ജലസംഭരണ രീതികളും ഇന്ന് നിലവിലുണ്ട്. ഇപ്പോൾ പുതിയ ജലസംഭരണ രീതികളാണ് ഈ അവസാനം പറഞ്ഞ മഴവെള്ള സംഭരണി, സിൽപോളിൻ സംഭരണി, കിണർ റീചാർജിങ്. പണ്ട് കാലത്തിൽ ഉണ്ടായിരുന്നതാണ് കയ്യാല, മഴക്കുഴി, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി, തടമെടുക്കൽ തുടങ്ങിയതൊക്കെ നമ്മൾ പണ്ട് മുതലേ കൺവെൻഷനലായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ഇനി വെള്ളം വിനയാകുമ്പോൾ, ജീവന്റെ നിലനിൽപ്പിന് ഇത്രയേറെ സഹായമാകുന്ന വെള്ളം ചിലപ്പോൾ നമുക്ക് അപകടം ചെയ്യാറുണ്ട് അല്ലേ. പ്രളയവും ഉരുൾപൊട്ടലൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാവിലെ മുതൽ നല്ല മഴയാണ്. ഇന്നലെ വരെ കണ്ട ശക്തമായ മഴയല്ല, തുള്ളിക്കൊരു കുടം എന്ന കണക്കെ തിമിർത്ത് പെയ്യുന്ന മഴ. ഇടയ്ക്കിടെ പേടിപ്പിക്കും മട്ടിൽ നല്ല കാറ്റുമുണ്ട്. മൂവണ്ടൻ മാവ് കടപുഴകി വീണു. മഴ അല്പം കുറഞ്ഞപ്പോൾ ഞാനും അച്ഛനും കൂടി ആരതിയുടെ വീട്ടിൽ പോയി. അവളുടെ വീട്ടിൽ മുഴുവൻ വെള്ളം കയറി. ചുമരിടിങ്ങി വീണു. മുട്ടപ്പം വെള്ളത്തിൽ നിസ്സഹായരായി നിന്ന ആരതിയെയും അമ്മയും കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അവരോട് മഴക്കാലം കഴിയുവോളം ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ അച്ഛൻ പറഞ്ഞു. എനിക്ക് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നി. അച്ഛനോട് ഞാൻ അത് തന്നെ പറയാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ആരതിയുടെയൊക്കെ സംഭവം പറയില്ല, ആരതി അമ്മയും. ഇവിടെ അമ്മുവിൻ്റെ അച്ഛൻ സഹായിച്ചിരുന്നില്ലെങ്കിൽ, ആരതിയെ അമ്മുവിൻ്റെ അച്ഛൻ സഹായിച്ചിരുന്നില്ലെങ്കിൽ അവർ ആ ദുരിതത്തിൽപ്പെട്ടു പോയേനെ. അപ്പോൾ മഴക്കാലം കാരണം കെടുതികൾ ഉണ്ടാകാറുണ്ട്. നമ്മളത് കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ ചില അനുഭവിച്ചിട്ടുണ്ട്. പത്രങ്ങളിൽ റേഡിയോയിലൊക്കെ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കാരണം നമുക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മരങ്ങൾ കടപുഴകി വീഴൽ, കടൽക്ഷോഭം, കൃഷിനാശം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ, കെട്ടിടങ്ങൾ, വീടുകൾ തകരൽ, മഴക്കാല രോഗങ്ങളും വരുന്നുണ്ട് അല്ലേ. ചിലതൊക്കെ സിമ്പിളാണ്, കുട്ടികളോട് പറയുന്നതാണ്. അതാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. പുഴ കലി തുള്ളുന്നു, മുങ്ങി മരണം. അപ്പോൾ നമുക്ക് പുഴ കരകവിക്കൊഴുകലും അതേപോലുള്ള ഒഴുക്കും കാര്യങ്ങളും നമുക്ക് പ്രശ്നമായിട്ട് വരും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്ര റിപ്പോർട്ടും SCERT കൊടുത്തിട്ടുണ്ട്. മുങ്ങി മരണങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും നീന്തൽ പരിശീലനം നൽകുക അല്ലേ.
ഇതിനായിട്ട് പൊങ്ങിക്കിടക്കുന്ന വാഴത്തണ്ട് കാറിൻ്റെയോ ജീപ്പിൻ്റെയോ ട്യൂബൊക്കെ ഉപയോഗിച്ച് നീന്തൽ പഠിപ്പിക്കാം. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുങ്ങൽ വിദഗ്ധരുടെയും പ്രവർത്തകരുടെയും സേവനം ലഭ്യമാക്കാം. സുരക്ഷാ ബോട്ട്, പ്രാഥമിക ശുശ്രൂഷാ സൗകര്യങ്ങൾ ഒരുക്കുക, ജലവാഹനങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മുങ്ങി മരണം ഒഴിവാക്കാൻ എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുക, മതിയായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക. ജലാശയങ്ങളും പാടശേഖരങ്ങളും മണ്ണിട്ട് നികത്തിയും നദീതടങ്ങൾ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയും ജലത്തിൻ്റെ ഒഴുക്ക് തടയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാക്കുക സ്വാഭാവികമല്ലേ? അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ജലാശയങ്ങളും പാടശേഖരങ്ങളും നമ്മൾ മണ്ണിട്ട് നികത്തുന്നു. അപ്പോൾ വെള്ളത്തിനൊഴുകാൻ വേറെ മാർഗ്ഗമില്ല. അവ എന്ത് ചെയ്യുന്നു? നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ആ വെള്ളം ഒഴുകേണ്ട ഏരിയാസ് ആയിരുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മഴക്കാലത്ത് നാം കേൾക്കുന്ന മുങ്ങിമരണങ്ങൾ സുരക്ഷിതമല്ലാത്ത വെള്ളക്കെട്ടുകൾ മൂലം ഉണ്ടാകുന്നതാണല്ലോ. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ, കുന്നിടിക്കൽ, വനനശീകരണം, ഇതെല്ലാം ഉരുൾപൊട്ടലിൻ്റെ കാരണമാണ്. അപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതി, കുന്നിടിക്കൽ, വനനശീകരണം, ഇതെല്ലാം ഉരുൾപൊട്ടിന് കാരണമാണ്. മനുഷ്യ സൃഷ്ടി അല്ലെങ്കിലും കടൽക്ഷോഭം വലിയ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും കടൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നതുമെല്ലാം അപകടങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കാറുണ്ട്. കടൽ ഭിത്തികൾ കെട്ടിയും കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചും കടലാക്രമണം നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ കടലാക്രമണം നിയന്ത്രിക്കാൻ കടൽ ഭിത്തികൾ കെട്ടുക, കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. സുനാമിക്ക് ശേഷമൊക്കെ ഇത് ഗവൺമെൻറ് നല്ല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കുന്നു, കടൽ ഭിത്തികൾ നിർമ്മിക്കുന്നു. ഇതെല്ലാം സുനാമിക്ക് ശേഷം നമ്മൾ വളരെ നന്നായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ദെൻ പ്രകൃതി ദുരന്തങ്ങളും നിവാരണ നിയന്ത്രണ മാർഗങ്ങളും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മുങ്ങിമരണം, കടലാക്രമണം, ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തൊട്ട് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ് കേട്ടോ, ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തത് നിങ്ങളുടെ ഒരു ആവശ്യപ്പെടൽ വരാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു താമസം കാണിക്കുന്നത്. സോ നിങ്ങളുടെ ഡിമാൻഡ് പോലെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ അടുത്തിലേക്ക് വരാം. നിങ്ങളുടെ പ്രദേശത്തുള്ള ഇതൊരു ആക്ടിവിറ്റിയാണ്, അത് നമുക്ക് ആവശ്യമില്ല. സേവന സന്നദ്ധയോടെ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, സുനാമി മുതലായ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? സന്നദ്ധ സേവകരായ അത്തരം ആളുകളെ ആദരവോടുകൂടി നാം കാണേണ്ടതുണ്ട്. റെഡ് ക്രോസ് പോലുള്ള ചില സന്നദ്ധ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. സേവന സന്നദ്ധരായ വിദ്യാർത്ഥികളും പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. അതിൽപ്പെട്ടതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്. നമ്മളെ സ്കൂളുകളിലൊക്കെ ഉണ്ടാവും അല്ലേ? സ്കൗട്ട് ആൻഡ് ഗൈഡ്, NCC, ജൂനിയർ റെഡ് ക്രോസ് ഒക്കെ. ഇതിലേക്ക് നമ്മളെ കുട്ടികളെ ചേർന്ന് പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജലത്തിൻ്റെ വിവിധ ഉപയോഗങ്ങൾക്ക് സഹായകമായിട്ടുള്ള സവിശേഷതകൾ എന്താണെന്ന് കണ്ടെത്താൻ പറഞ്ഞു. പിന്നെ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്. അത് നമുക്ക് പല ഉപയോഗങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ സർവ്വലായകം, യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ജലമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നീട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ചില വസ്തുക്കളുടെ സവിശേഷതയെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ലീനം, ലായകം, ലായനി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ശുദ്ധജലത്തിൻ്റെ അളവ് പരിമിതമാണെന്ന് പഠിച്ചു. ജലസ്രോതസ്സുകൾ മലിനമാകുന്ന കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജലപരിവൃത്തി പഠിച്ചു. മഴക്കാല ദുരന്തങ്ങൾ പഠിച്ചു. ജലത്തിൻ്റെ സവിശേഷത എന്താണെന്ന് പഠിച്ചു. ദെൻ ജലവിധാനം എന്താണെന്നും പഠിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇതെല്ലാം കുറേ ടേംസ് ആണ്. ഈ ടേംസും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൂടുതൽ ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.